ഇടപ്പള്ളി കുന്നുംപുറത്തിന് സമീപമുള്ള ഒരു ചതുപ്പ് പ്രദേശത്തു നിന്നാണ് ഇപ്പോൾ റസലിനെ പിടികൂടിയിരിക്കുന്നത്. അതിസാഹസികമായാണ് കടവന്ത്ര പോലീസും മറ്റ് ടീമംഗങ്ങളും ചേർന്ന് ഈ പ്രതിയെ പിടികൂടുന്ന അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇയാൾ ഒരു ചതുപ്പിലേക്ക് ചാടുന്നു, പിന്നാലെ പോലീസ് ഇയാൾക്ക് പിറകെ ചാടുന്നു, ഇയാളെ ഇറങ്ങി പുറത്തേക്ക് എത്തിക്കുന്നു. അതാണ് ആ ദൃശ്യത്തിൽ ഉള്ളത്. റസലിനെ 26-ാം തീയതി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് റസലും ഒപ്പമുണ്ടായിരുന്ന സൂരജും ചേർന്ന 3 പോലീസുകാരെ കണ്ണുവെട്ടിച്ച് അവിടെ നിന്ന് കടന്നു കളയുന്നത്. സൂരജിനെ അന്നേ ദിവസം തന്നെ ചേന്ദമംഗലത്ത് നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. റസലിനെ കഴിഞ്ഞ 3 ദിവസമായി ഒളിവിലായിരുന്നു. റസലിന്റെ കോൺടാക്ട് പേഴ്സൺ ഉള്ള ആളുകളുമായി വിശദമായ പരിശോധന പോലീസ് നടത്തിയിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഇടപ്പള്ളിയിലുണ്ട് എന്ന വിവരം ലഭ്യമാവുന്നത്. തുടർന്ന് ആ മേഖല കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് കുന്നംപുറം പാലത്തിന് സമീപമുള്ള ഒരു കാട്ടിൽ ഒരു ചതുപ്പ് പ്രദേശത്തോട് ചേർന്ന റസലിനെ കണ്ടത്. പോലീസിനെ കണ്ടതോടുകൂടി ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ചതുപ്പിലേക്ക് വീഴുകയും അവിടുന്ന് പോലീസ് ഇയാളെ അതിസാഹസികമായി കീഴ്പ്പെടുത്തി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് റസലിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എറണാകുളം കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ അതോടൊപ്പം നോർത്ത് പോലീസ് സ്റ്റേഷനിലടക്കം നിരവധി പിടിച്ചുപറി കേസുകളിലെ പ്രതിയാണ് റസല്. ഇതിനു മുമ്പും പോലീസ് പിടികൂടുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ കഴിഞ്ഞ തവണ മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് റസലും സൂരജും കടന്നു കളഞ്ഞത്. ഈ കടന്നു കളഞ്ഞതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇപ്പോൾ റസലിനെ അതിസാഹസികമായി പിടികൂടിയിട്ടുള്ളത്. സുഹൈൽ, തടവ് ചാടിയ 2 പ്രതികളെ അങ്ങനെ പിടികൂടിയിട്ടുണ്ട്. പോലീസിനെ കണ്ടപ്പോൾ പ്രതി ചതുപ്പിലേക്ക് ചാടി, കൂടെ പോലീസും ചാടി പൊക്കിയെടുക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് പ്രേക്ഷകർ കണ്ടത്.